പല സംസ്ഥാനങ്ങളിലും ബി.ജെ.പി. പയറ്റി തെളിഞ്ഞ അടവുകൾ പയറ്റുകയാണ് തമിഴ്നാട്ടിൽ വിജയ് എന്ന സൂപ്പർ സ്റ്റാർ. അതായത് നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ എന്നറിയില്ല, 25ഓളം AIADMKയുടെ MLA-മാർ കലാപക്കടി ഉയർത്തിയിരിക്കുകയാണ് NDA സഖ്യകക്ഷിയായ, അല്ലെങ്കിൽ NDAക്ക് കിട്ടിയ ആ ഒരു മൊത്തം 53ഓളം സീറ്റുകളിൽ നിന്ന് 25ഓളം MLA-മാരാണ് തമിഴ്നടൻ വിജയുടെ TVK എന്ന പാർട്ടിയുമായി സഖ്യം രൂപീകരിക്കണം എന്ന തരത്തിൽ പാർട്ടിയിൽ കലാപക്കൊടി ഉയർത്തിയിരിക്കുന്നത്. ഇന്ന് ഇത് സത്യമായിരിക്കുന്നു. ഏകദേശം 35ഓളം MLA-മാർ ഈ AIADMKയിൽ നിന്ന് കൂറുമാറി വിജയുടെ TVK എന്ന പാർട്ടിയിലേക്ക് വരികയും കോൺഗ്രസിന്റെ 5 സീറ്റുകളുടെ കൂടെ പിൻബലത്തോടു കൂടി കൃത്യമായ ഭൂരിപക്ഷത്തോടു കൂടി തന്നെ ഭരിക്കാനാണ് വിജയ് കോപ്പ് കൂട്ടുന്നത് എന്നാണ് അറിയാനായി കഴിയുന്നത്. ഇന്ന് 6-ാം തീയതി, നാളെ 7-ാം തീയതി, 7-ാം തീയതിയാണ് വിജയ് സത്യപ്രതിജ്ഞയ്ക്ക് ഒരുങ്ങുന്നതെന്നാണ് സോഷ്യൽ മീഡിയയിലെ വാർത്തകൾ. എന്തായാലും തീർച്ചയായും ഇത് നടക്കുകയാണെങ്കിൽ വളരെ വലിയൊരു മുന്നേറ്റമായിരിക്കും വിജയ് കാഴ്ചവെക്കാനായി പോകുന്നത്. എന്താണ് കൃത്യമായി നടക്കുന്നതെന്ന് വാർത്തകൾ വന്നു തുടങ്ങുന്നതേ ഉള്ളൂ. നമ്മുടെ മലയാളം വാർത്താ ചാനലുകളൊന്നും ഈ വാർത്ത അറിഞ്ഞ മട്ടില്ല. ഒരുപക്ഷെ കൃത്യമായ സ്ഥിരീകരണത്തിന് വേണ്ടി കാത്തിരിക്കുകയാവാം. എന്തായാലും നമ്മളാണ് ഈ ഒരു വാർത്ത ആദ്യമായിട്ട് ബ്രേക്ക് ചെയ്യുന്നതെന്ന് തോന്നുന്നു. ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഇതേപോലെ ചാനലുകളിലെ വാർത്തകൾ കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ യാതൊരു തരത്തിലും ഈ ഒരു ന്യൂസുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും, തമിഴ്നാടുമായി ബന്ധപ്പെട്ട് ഇതേപോലെ കൂറുമാറ്റത്തിന് സാധ്യതയുള്ള ഒരു കാര്യവും ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ ലൈവ് വാർത്ത അതിലേക്ക് പോകുന്നു, നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൽ എവിടെയും പറയുന്നില്ല. ഇപ്പോഴും കേരളത്തിൻ്റെ DMK സഖ്യം വിട്ട് കോൺഗ്രസ് എന്തായാലും സഖ്യത്തിൽ നിന്ന് പിന്മാറി കഴിഞ്ഞു. TVKയുമായി സഖ്യം രൂപീകരിച്ച് കോൺഗ്രസ് എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റു വാർത്തകൾ, ഈ AIADMKയിൽ നിന്ന് നിലവിൽ ഇത്തരത്തിലുള്ള കൊഴിഞ്ഞുപോക്ക് അല്ലെങ്കിൽ കൂറുമാറ്റം ഒന്നും ഇപ്പോൾ കാണുന്നില്ല. NDA വിട്ടുവന്നാൽ അങ്ങനെ ഒരു വാർത്ത കൂടി വരുന്നുണ്ട്. എന്തായാലും അത് കൃത്യമായില്ല. എന്തായാലും നിലവിൽ ഈ തരത്തിലുള്ള വാർത്തകളൊന്നും ഇപ്പോൾ ചാനലുകൾ, ന്യൂസ് ചാനലുകൾ കേരളത്തിൽ ബ്രേക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പറയാനാവുക. എന്തായാലും വളരെ വലിയ ഒരു ബ്രേക്കിംഗ് ന്യൂസ് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു സ്ഥിരീകരണം വരുന്നതോടുകൂടി വരിക എന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിൽ എവിടെയും വാർത്ത കാണുന്നില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, തമിഴ്നാടുമായി ബന്ധപ്പെട്ട വാർത്തകളൊന്നും ചാനലുകളില്ല കേട്ടോ. എവിടെയെങ്കിലും ഒന്നുകൂടെ നമുക്ക് ചെക്ക് ചെയ്യാം, ഏതെങ്കിലും ഒരു ചാനൽ നോക്കാം. ഇപ്പോൾ ഒന്ന് പിന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് 24 കാണാൻ കഴിയും. യെസ്, ഇല്ല, ഇപ്പം നിലവിൽ ഈ വാർത്ത വന്നിട്ടില്ല കേട്ടോ. യെസ്, 24 വരുന്നുണ്ട്. 24-ൽ ഇത്തരത്തിലൊരു വാർത്ത ഉണ്ടോ നോക്കാം. 24-ലും ഇങ്ങനെ ഒരു വാർത്ത നിലവിൽ വന്നിട്ടില്ല കേട്ടോ. അപ്പം തീർച്ചയായിട്ടും നമ്മളാണ് ഒരു പക്ഷേ ഈ ഒരു ബ്രേക്കിംഗ് ന്യൂസ് നൽകുന്നത്. 24-ൽ ഈ ഒരു വാർത്ത വന്നിട്ടില്ല. വന്നു കഴിഞ്ഞാൽ NDAക്ക് പോലും കിട്ടുന്ന വളരെ കനത്ത ഒരു തിരിച്ചടിയായിരിക്കും ഈ ഒരു സംഭവം എന്നുള്ളത് ഉറപ്പിച്ച് പറയാനാവും. BJP പയറ്റുന്ന തന്ത്രം ഇപ്പോൾ അവർക്ക് തന്നെ വളരെ വലിയ വിനയാവുകയാണ്. രാഷ്ട്രീയ കൗടില്യൻ എന്ന രൂപത്തിലേക്ക് വിജയ് മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്തകൾ.